തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. വലപ്പാട് പഞ്ചായത്തിലെ ഉയർന്ന ഭൂമിയുടെ ന്യായവില പിൻവലിക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകുക, അദാലത്തുകൾ സംഘടിപ്പിച്ച് ന്യായവിലയിൽ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി വലപ്പാട് വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭൂമിക്ക് നമുക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ വന്നിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിന് സമരം ചെയ്യുന്നത്. ഭൂമിയുടെ അവകാശികൾ നമ്മൾ തന്നെയാണോ എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ അത് തീർപ്പ് കൽപ്പിക്കേണ്ടത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസർ നമുക്ക് കൃത്യമായി പറയുന്നത് നിങ്ങളുടെ ഭൂമി തന്നെയാണ്. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ വന്ന് വില്ലേജ് ഓഫീസറുടെ മുമ്പാകെ തീർപ്പാക്കുന്നതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ നേരത്തെ ഇവിടെ സന്തോഷ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട് വലപ്പാട് വില്ലേജിൽ മാത്രം ക്രമാതീതമായി ശാസ്ത്രീയമല്ലാതെ വലിയ തുക ഫെയർ വാല്യൂവായി ഈടാക്കുന്നത് ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വന്ന ക്രമക്കേടാണെങ്കിൽ ആ ക്രമക്കേട് തിരുത്തേണ്ട ഉത്തരവാദിത്വം കൃത്യമായും സർക്കാർ ഉണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ടും സർക്കാർ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. സർക്കാർ അത് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫെയർ വാല്യൂ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, അജ്മൽ ഷരീഫ്, വൈശാഖ് വേണുഗോപാൽ, കരയാമ്പുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, സുമേഷ് പാനാട്ടിൽ, VA ഫിറോസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി, ഷെരീഫ്, ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി, ഷിബു നെടിയിരിപ്പിൽ, ദിനേശൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് വില്ലേജ് പരിധിയിൽ ഭൂമിയുടെ നിലവിലെ വിൽപ്പന വിലയേക്കാളും കൂടുതൽ തുക ഓരോ സർവേ നമ്പറിലും ഭൂമിയുടെ ന്യായവിലയായി സർക്കാരിലേക്ക് നൽകേണ്ടി വരുന്നത് മൂലം ഭൂമി വാങ്ങുന്നവർക്ക് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വില സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ സർക്കാരിന് നൽകേണ്ടി വരുന്നുണ്ട്. ഭൂമിയുടെ കിടപ്പും തരവും നിശ്ചയിച്ച് ന്യായവില നിശ്ചയിക്കാത്തതുകൊണ്ട് വഴിയില്ലാത്ത ഭൂമികൾ വാങ്ങണമെങ്കിൽ പോലും നാഷണൽ ഹൈവേയിൽ നൽകേണ്ട ഉയർന്ന തുക ഭൂമിയുടെ ന്യായവിലയായി സർക്കാരിലേക്ക് നൽകണം. അതുമൂലം സാധാരണക്കാർക്ക് ഭൂമി വാങ്ങാൻ വലപ്പാട് വില്ലേജ് പരിധിയിൽ സാധിക്കുന്നില്ലെന്ന് സമരക്കാർ പറഞ്ഞു. പഞ്ചായത്ത് റോഡുള്ളതും നടവഴി ഉള്ളതുമായ ഭൂമികളുടെ ന്യായവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തലത്തിൽ പരാതി നൽകുന്നവരുടെ പരാതി പരിഗണിക്കുന്നതിൽ വലപ്പാട് വില്ലേജ് ഓഫീസിലെ നിസ്സഹകരണം മൂലം വർഷങ്ങളായി പരാതികൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും ആരോപണമുണ്ട്.